ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാധവേട്ടന്റെ പണം പോയാ മകൻ എന്ന പരിഗണനയിൽ പിടിച്ചു നിൽക്കാം. പക്ഷേ ബിനുവിന്റെ പണത്തിൽ തൊട്ടാ അത് തീക്കളിയായിരിക്കും. ഓ പിന്നെ ആരാണ് തീ കൊണ്ട് കളിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. തെരുവിൽ കിടന്ന് കട്ടുമുടിച്ചവളാ ഈ മീനാക്ഷി. അവളുടെ ചിരി കറക്കാൻ അധിക സമയമൊന്നും വേണ്ട. മാധവേട്ട ഇങ്ങോട്ട് ഇരിക്ക ചന്ദ്രു. എല്ലാ ഈശ്വര നിശ്ചയവാ. ചെവിക്ക് കേൾവിക്കുറവുള്ളവനും ഊമയുമായ വിനുവിന് ഒരു പെണ്ണിനെ എവിടുന്ന് കണ്ടെത്തും? അവന്റെ കുറവുകൾ ഉൾക്കൊണ്ട് ഭർത്താവായി സ്വീകരിക്കാൻ ഏത് പെണ്ണാ തയ്യാറാവുക? അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് തീ തിന്നുകയായിരുന്നു ഞാൻ. നല്ല തിരിച്ചറിവാ വിനുവിന്. മീനാക്ഷി തന്നെ പോലെ അനാഥയാണെന്നും നല്ലവളാണെന്നും ഒക്കെ മനസ്സിലാക്കിയ അവൻ മീനാക്ഷിയെ തന്നെ തെരഞ്ഞെടുത്തത്. മീനാക്ഷി വിനുവിനെ പൊന്നുപോലെ നോക്കിക്കോളും. എനിക്ക് നെഞ്ചുവേദനയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ ഒരു പണി അവൾ എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല. ഡോക്ടർ തന്ന മരുന്ന് ഹരിത പിടിച്ചു വാങ്ങി നശിപ്പിച്ച കാര്യം ഞാൻ മാധവേട്ടനോട് പറഞ്ഞതല്ലേ? മീനാക്ഷി അതറിഞ്ഞു. ഡോക്ടറെ പോയി കണ്ട് അതേ മരുന്ന് വാങ്ങി എന്നെ ഏൽപ്പിച്ച് കഴിപ്പിച്ചിട്ടേ അവള് പോയുള്ളൂ. ആ മരുന്ന് കഴിച്ചിട്ടാ നെഞ്ചുവേദന ഇല്ലാതെ ഞാൻ പിടിച്ചു നിന്നത്. അവൾ എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോ വർഷമോള് വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. വർഷയ്ക്ക് പകരം ദൈവം നമുക്ക് തന്ന മഹാലക്ഷ്മി അവള്. ഹരിത നിന്റെ ഫോൺ തട്ടിയെടുത്തപ്പോ മീനാക്ഷിയുടെ ഫോണല്ലേ നിനക്ക് തുണയായത്? അവള് മഹാലക്ഷ്മി തന്നെ. വിനുമോന്റെ ഭാര്യയായി, നമ്മുടെ മൂന്നാമത്തെ മരുമകളായി അവളും ഇവിടെ കഴിയും. അല്ല, മരുമകളല്ല, മകള്. അങ്ങനെ വേണം കരുതാൻ. ഗ്രഹപ്രവേശവും മണിയറ ഒരുക്കലും മധുരം പങ്കുവയ്ക്കലൊക്കെ കഴിഞ്ഞില്ലേ? ഇനി രണ്ടാൾക്കും കൂടി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് സമയം ചെലവഴിക്കാലോ. ആ വിനുവിന്റെ ചെലവ് വഹിച്ച് മുടിഞ്ഞു പോയോനാ ഞാൻ. ഇനി അവന്റെ കെട്ടിയോൾക്കും കുമ്പ നിറയ്ക്കാൻ ഉണ്ടാക്കണല്ലോ ഞാൻ പറക്കണക്കിന് തീറ്റക്കൂമ്പാരം. അതിന്റെ ചെലവ് ഏത് വകുപ്പിലാ കൊള്ളിച്ചിരിക്കുന്നത്? ഒരു നയാ പൈസ പോലും ഞാൻ ചെലവാക്കില്ല. വേണ്ട, അവന്റെയും കെട്ടിയവളുടെയും ചെലവിനുള്ള വക വിനു അധ്വാനിച്ചുണ്ടാക്കിക്കൊള്ളും. പണം മിച്ചം വെച്ച് കരുതി ജീവിക്കാൻ മീനാക്ഷിക്കും അറിയാം. ഒരപേക്ഷയേ ഉള്ളൂ, അവരുടെ പണപ്പെട്ടിയിലെങ്കിലും നീ കൈയിടരുത്. മിണ്ടാപ്രാണിയാ, അവസാന കാലത്ത് വെള്ളം ഇറങ്ങാതെ ചായേണ്ടി വരും നിനക്ക്. മാധവേട്ടന്റെ പണം പോയാ മകൻ എന്ന പരിഗണനയിൽ പിടിച്ചു നിൽക്കാം. പക്ഷേ വിനുവിന്റെ പണത്തിൽ തൊട്ടാ അത് തീക്കളിയായിരിക്കും. ഓ പിന്നെ ആരാണ് തീ കൊണ്ട് കളിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. തെരുവിൽ കിടന്ന് കട്ടുമുടിച്ചവളാ ഈ മീനാക്ഷി. അവളുടെ ചിരി കറക്കാൻ അധിക സമയമൊന്നും വേണ്ട. അളിക്കാനും മൂടാനും പറ്റാത്ത അവസ്ഥ എത്തുമ്പോഴേ നിങ്ങൾ അറിയൂ. മീനാക്ഷിയെ പുറത്താക്കാൻ അവനിനി കരുക്കൾ ഞെക്കിക്കൊണ്ടേയിരിക്കും. നീ അതൊന്നും കാര്യമാക്കണ്ട. വെറുതെ ടെൻഷൻ അടിക്കാനും നിൽക്കണ്ട, കേട്ടല്ലോ? ആ എന്തെങ്കിലും പറയാനാണോ വിനുവേട്ടൻ പറയുന്നത്? എന്നെ ഭാര്യയാക്കിയത് മണ്ടത്തരാൻ തോന്നുന്നുണ്ടോ? എന്നെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ചെയ്തു പോയൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ?
ഒന്ന് ആലോചിക്ക്. ഇങ്ങനെ തീരുമാനം എടുത്തതോർത്ത് പിന്നെ ദുഃഖിക്കരുത്. സ്വന്തം ജീവിതം ഹോമിക്കേണ്ടി വന്നു എന്നുള്ള ചിന്തയോടെ എന്നെ സഹിച്ചു ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. സമയം വൈകിട്ടില്ല. എന്നെ വേണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ പോയിക്കോളാം. ബന്ധുക്കളാരും ഇല്ലാത്തോണ്ട് എന്റെ പേരും പറഞ്ഞ് ആരും ചോദിക്കാനും പറയാനും വരില്ല. സത്യം. പാചകക്കാരിയായ എന്റെ അമ്മയുടെ ശിഷ്യ മീനാക്ഷി. ഒന്നാന്തരം പാചകക്കാരി. അവൾക്കും ഭർത്താവിനും വിരുന്ന് കൊടുക്കുമ്പോ ഭക്ഷണം കെങ്കേമായിരിക്കണം. ആയിരിക്കുമല്ലോ. പാചക വിദഗ്ധയായ എന്റെ അമ്മയുടെ ശിഷ്യയല്ലേ സുചിത്രടുത്തി? മാനത്തെ കൊട്ടാരം